അതായത് താങ്കൾ ഏത് പുസ്തകം വേണമെങ്കിലും വായിക്കാൻ പറയാം. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു പുസ്തകത്തിലെ 4 വരി വായിക്കുകയാണെങ്കിൽ അതിന് അനുവദിക്കില്ല താങ്കൾ. അങ്ങനെ ഒരു പുസ്തകമുണ്ടോ? അങ്ങനെയുള്ള ആ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗാന്ധി കുടുംബത്തിന്റെ കാര്യമെടുത്താൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലുതായിട്ട് തോന്നും. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല വിവരമുള്ളവരാണെന്നൊക്കെ നമുക്ക് തോന്നും. അവരെ പാർലമെന്റിൽ ഒന്ന് നിർത്തി നോക്കിയിട്ട് സംസാരിക്കും. അവരെ ആരും തടഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് 5 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. ഇത് പത്രങ്ങളെല്ലാം എഴുതിയതാണ്, ഞാനായിട്ട് പറയുന്നതല്ല. ഒരു ട്വീറ്റ് ഞാൻ കണ്ടിരുന്നു. നർവാനെ എഴുതിയ പുസ്തകത്തിൽ അതിന്റെ പുറംചട്ട മാത്രമേ ഉള്ളൂ, അകത്ത് ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞു. അതിൽ വായിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ. ഞാൻ രാഹുൽ ഗാന്ധിയെ രക്ഷപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതായത് പ്രതിപക്ഷ നേതാവ് നാണം കെടാൻ പാടില്ലല്ലോ എന്ന് കരുതി. അദ്ദേഹം ഗാന്ധി കുടുംബത്തിന്റെ ഒരു മുഖമല്ലേ, അതുകൊണ്ട് നാണം കെടുന്നത് രക്ഷിച്ചതായിരുന്നു. താങ്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ കോൺഗ്രസിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബി.ജെ.പി. നേതാക്കന്മാരല്ല നിയന്ത്രിക്കുന്നത്, കോർപ്പറേറ്റ് ബ്രോക്കർമാരാണ് നിയന്ത്രിക്കുന്നതെന്നാണ്. അതിലൊന്ന് നിഷികാന്ത് ദുബെ. എന്തിനാ പറഞ്ഞത്? നിങ്ങൾ പറയൂ. ഞാൻ എന്ത് കോർപ്പറേറ്റ് ബ്രോക്കർ പണിയാ കാണിച്ചത്? 2009 ഞാൻ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോ 2026 കഴിഞ്ഞു. ഈ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു മന്ത്രി, ഇൻക്ലൂഡിംഗ് ഞങ്ങളുടെ മന്ത്രി, അതായത് ഈ കാര്യം ഞാൻ നിങ്ങളോട് മാത്രമല്ല, എന്റെ നേതാവ് പ്രധാനമന്ത്രിയോടും സംസാരിച്ചിട്ടുണ്ട്. ഏതൊരു മന്ത്രിയും കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ഒരു കത്തും എഴുതിയിട്ടില്ല. ഒരു കോർപ്പറേറ്റുകളെയും ഞാൻ സഹായിച്ചിട്ടില്ല. ഒരു കോർപ്പറേറ്റുമായി എനിക്ക് ബന്ധമില്ല. ഇതൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. ഇവര് അദാനിന്ന് മറുപടി കൂട്ടുന്നുണ്ടല്ലോ. എന്റെ ഗോഡയിലാണ് അദാനിയുടെ പവർ പ്ലാന്റ് ഉള്ളത്. ഞാനാണത് അവിടെ കൊണ്ടുവന്നത്. അതൊരു വികസനമല്ലേ മണ്ഡലത്തിന്റെ? രാജ്യത്തിലെ വേറൊരു മണ്ഡലത്തിലും അതുപോലെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു CSR ഫണ്ടും വാങ്ങിച്ചിട്ടില്ല, ഒരു വണ്ടി വാങ്ങിച്ചിട്ടില്ല. എനിക്കും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ കോൺഗ്രസിനോട് പരസ്യമായി ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ എനിക്ക് കോർപ്പറേറ്റുമായിട്ട് എന്ത് ബന്ധമാണെന്ന് പറയട്ടെ.